ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതായത് സ്ഥലയിൽ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ഡേ ആണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. കാര്യം രണ്ടാമത്തെ ദിവസം നമുക്ക് അങ്ങനെ വലിയ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് ഇറ്റിൻ കേവിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ തലേ ദിവസമല്ല, ഫസ്റ്റ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അന്ന് നമ്മൾ വഴി തെറ്റിയിട്ട് ഐൻ ഗസീസിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വന്നിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഇറ്റിൻ കേവ് എന്ന് പറയുന്നത്. കുറച്ച് നടന്നു പോകണം അവിടെ വണ്ടി ഇട്ടിട്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു കിട്ടില്ല വ്യൂ കാണണം കേട്ടോ. അത് രാവിലെ തന്നെ പോയതുകൊണ്ട് സൂപ്പറായിരുന്നു കാണാനായിട്ടും. ആ ചെറിയൊരു കാറ്റും കാര്യങ്ങളും അതിനൊക്കെ തന്നെ സൗണ്ടും എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു കേട്ടോ. അതൊരിക്കലും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളായാലും നമുക്കൊരിക്കലും ഈ ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കാണുന്നതിൻ്റെ ഒരു അംശം മാത്രമായി ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇതേപോലെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ക്യാബ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളം വീഴുന്ന സൗണ്ടൊന്നും വലുതായിട്ട് കേൾക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ കേട്ടോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഫുള്ള് താഴോട്ട് നോക്കി ഫുള്ള് വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അയൻകോറിലോട്ടായിരുന്നു കേട്ടോ. ആ പോകുന്ന വഴിക്ക് അവിടുത്തെ ആ മല നമ്മൾ ഇറങ്ങുന്ന ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ അയൻകോറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അയൻകോറിലോട്ട് പോകുന്ന വഴിക്ക് കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ദൂരം നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു റിയാൽ കൊടുത്താൽ നമ്മുടെ എല്ലാവരെയും ഇതേപോലൊരു വണ്ടിയിൽ കയറ്റി ഒരുവിധം അതിൻ്റെ അടുത്ത് വരെ എത്തിക്കും കേട്ടോ. പിന്നെ ആകെ കുറച്ച് മാത്രമേ നമുക്ക് നടക്കാനുള്ളൂ. ഇത്ര ദൂരം നടന്നാൽ മതി. അത് നടന്ന് പിന്നെ നമ്മൾ നേരെ മർനീഫ് കേവിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മർനീഫ് കേവ് ജസ്റ്റ് ഒന്ന് നടന്ന് അവിടെ ചെന്ന് ബ്ലോ ഹോൾസൊക്കെ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ ഇത്രത്തോളം അതിന് ഭംഗിയും കാര്യങ്ങളുമാണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവിടുത്തെ സൗണ്ട് ഞങ്ങൾക്കതായ ഇല്ലാത്ത വോയിസ് കൊടുത്തേക്കാം. കുട്ടികളൊക്കെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു കടലിലെ വെള്ളത്തിൻ്റെ ഇതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ലച്ചു മാത്രമല്ല, അവിടെ നിന്ന് ഒരുവിധം കുട്ടികളെല്ലാം അതിൽ നന്ദി കേട്ടോ. അതേപോലെ സൗണ്ടും ഒരു അപാര സൗണ്ടായിരുന്നു. അവിടെ നിന്നിട്ടുള്ള വ്യൂവും അതുപോലെ തന്നെയാണ് മലയും ഒരു ടൈപ്പ് ഒരു മഞ്ഞല്ല പുകയും അല്ലാത്തൊരു ഇതും ക്ലൈമറ്റും അതേപോലെ തന്നെ കടലും എല്ലാം കൊണ്ടും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ സലാലയിൽ ഫുള്ള് സ്ഥലങ്ങൾ കണ്ടതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ പോയിൻ്റ് ഇതായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ മറക്കാത്തൊരു അത്രയ്ക്ക് എനിക്കൊരു പോസിറ്റീവ് ഇതായിരുന്നു കേട്ടോ അവിടെ കണ്ടത്. പിന്നെ അവിടെ ഇതേപോലെ നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വന്ന് കടൽ ഭയങ്കര തിരമാല കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാട്ടി എനിക്ക് തോന്നുന്നു ഒത്തിക്കൂടെ ഫോഴ്സൊക്കെ കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ആരും അങ്ങനെ കടലിലൊന്നും ഇറങ്ങാറില്ല. അല്ലെങ്കിൽ അവിടെയൊക്കെ എല്ലായിടത്തും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആരും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള. പിന്നെ അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ഇരുന്നു. അതേപോലെ തന്നെ അവിടെ നമ്മൾ ഒത്തിരി നടന്ന് വേണം കേട്ടോ ഈ ബ്ലോ ഹോളിലോട്ട് എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തൊക്കെ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഇതേപോലെ കസേരയും എല്ലാം ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ വണ്ടിയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റിയാലെടുത്ത് വണ്ടി കയറി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അതുവരെ വന്നു കേട്ടോ. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ജബൽ സമ്മാൻ വ്യൂ പോയിൻ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം പോകണം. എന്നാലും നമ്മൾ ഇതുവരെ വന്നിട്ട് അവിടെ കയറാതെ പിന്നെ നമ്മൾ തിരിച്ച് വേറൊരു സ്ഥലത്തോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതൊരു വൻ അബദ്ധമായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൂട്ടെല്ലാം ഒറ്റയടിക്ക് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഞാനിതിൻ്റെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് കണ്ട് തീർക്കാൻ പറ്റുന്ന ലൊക്കേഷനുകളെന്നുള്ളത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് സത്യം പറഞ്ഞാൽ അത് പോകുന്ന വഴിക്ക് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. അത് മലയാളി റെസ്റ്റോറൻ്റാണ്. അതുപോലെ നല്ല നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു കേട്ടോ. അവിടെ കയറി നല്ലോണം ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് ഇതേപോലുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. റോഡ് സൈഡിൽ ഫുൾ ഒട്ടകങ്ങളായിരുന്നു. അതൊക്കെ വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. ഒട്ടകങ്ങൾ ക്രോസ് ചെയ്യുന്ന ടൈമിൽ എല്ലാ വണ്ടികളും അവിടെ നിർത്തും കേട്ടോ. അതേപോലെ ഒട്ടകത്തിനെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ
വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നല്ല ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും സൂക്ഷിച്ച് തന്നെ ചെയ്യണം. അവിടെ എങ്ങും ഒരു ബാരിക്കേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലായിടത്തും ബോർഡും മറ്റുമൊക്കെ. ആദ്യം വാട്ടർഫാളിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതേപോലെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവിടെ വെള്ളം കാണുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ വെള്ളമില്ലായിരുന്നു കേട്ടോ. അതുവരെ പോകുന്ന വഴി പക്ഷേ ഒരു രക്ഷയില്ലാത്തതായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ ആ മരങ്ങളൊക്കെ നിൽക്കുന്നതായാലും നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ അത്. ഇത്രയും നല്ല സ്ഥലങ്ങളിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുപോലൊരു റൂട്ടിലൂടെ നമ്മൾ വണ്ടി പോകുന്നത് ഇത് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സൈഡ് നിറയെ കുഞ്ഞു കുഞ്ഞു മരങ്ങളും അത് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല. അത്രയ്ക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഫുള്ള് ഈച്ചയായിരുന്നു. ഈച്ചയല്ല, ഒരു ടൈപ്പ് ഒരു കൊതു. അത് മൊത്തം നമ്മളെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭംഗി നമ്മളങ്ങ് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് നമുക്കവിടെ വെള്ളമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വെള്ളമൊന്നുമല്ല, ഒന്നുമില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ തിരിച്ച് വന്ന് കറക്റ്റ് വ്യൂ പോയിൻറ്റിലോട്ട് നമ്മൾ നടന്ന് കുറച്ചുള്ളിലോട്ടാട്ടോ. അവിടെ ചെന്നിട്ടും അവിടെയും വെള്ളമില്ലായിരുന്നു. വെള്ളമുള്ള ഒരു സ്പോട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെള്ളമൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവരെ ചെന്നിട്ട് ആ വെള്ളം ഇല്ലാത്തത് എനിക്ക് നല്ല സങ്കടം വരുത്തുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യൂ സൂപ്പറായിരുന്നേനെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചെറിയൊരു ഒരുപാട് ഇടറോഡുകളുണ്ട്. അങ്ങനെ ഒരു ഇടറോഡ് കയറി നമ്മൾ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ആ വെള്ളം വരുന്ന വഴി നമ്മൾ കൂടെ പോയെന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ പോയി അവസാനം ഈ വെള്ളമാണ് ആകെ സലാലയിൽ നമ്മൾ വാട്ടർ ഫാൾസായിട്ട് കണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊന്ന് ആസ്വദിച്ചു. എന്നിട്ട് കാലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കാലെങ്കിലും ഒന്ന് നനച്ചിട്ടൊക്കെ പിന്നെ തിരിച്ചു വന്നു കേട്ടോ. അല്ലാതെ വേറെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഈ വെള്ളമെങ്കിലും കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമ്മളിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ ലൊക്കേഷനൊന്നും പിടിച്ചില്ല കേട്ടോ. നമ്മൾ പിന്നെ ഒരു മല ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ വണ്ടിയിലൊന്ന് കറങ്ങി ആ ഒരു മല ഒന്ന് കയറി. ഭയങ്കരമായ വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ അവിടെയും. ഓരോ മലയിലായാലും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊരു സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ പേരെന്താണെന്നോ ഇതെന്തൊരു വ്യൂ പോയിൻ്റ് ആണെന്നോ ഒന്നും പറയാനറിയത്തില്ല. നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് വണ്ടിയിലൊന്ന് കറങ്ങി പോയൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.